കോഴിക്കോട് നാദാപുരത്ത് ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. സിനോജ്, എപ്പോഴാണ് ഈ കെട്ടിടം തകർന്നു വീണത്? അപകടാവസ്ഥയിലായിരുന്നോ? സുജയ പാർവതി, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം നടക്കുന്നത്. നാദാപുരം കല്ലാച്ചി സംസ്ഥാന പാതയിൽ കസ്തൂരികുളത്ത് റോഡരികിലുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് പറയാം. കാരണം കോഴിക്കോട് ചെലവൂർ സ്വദേശിയായ അബ്ദുറഹ്മാൻ ഗുരുക്കൾ എന്ന് പറയുന്ന വ്യക്തി താമസിച്ചിരുന്ന കെട്ടിട ഭാഗമാണ് തകർന്നു വീണത്. ഇദ്ദേഹം അവിടെ ഒരു ഒഴിച്ചിൽ കേന്ദ്രം നടത്തുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം കോഴിക്കോട് ചെലവൂരിലെ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹം അവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കുന്ന ഒരു മുറി കൂടിയാണ്. ആ കെട്ടിടമാണ് തകർന്നു വീണത്. ആരും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടാകാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായത്. ഒപ്പം തന്നെ ഇദ്ദേഹം ഈ അബ്ദുറഹ്മാൻ ഗുരുക്കളുടെ ഒഴിച്ചിൽ കേന്ദ്രത്തിന് മരുന്ന് ഉൾപ്പെടെ സൂക്ഷിക്കുന്ന കെട്ടിട ഭാഗം കൂടിയാണ് തകർന്നു വീണിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ബാക്കിയുള്ള കടമുറികളിലും മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഈ പുലർച്ചെ ആയതുകൊണ്ടും ആളുകളൊന്നും തന്നെ ഉണ്ടാകാതിരുന്നതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് പുലർച്ചയോടുകൂടി തകർന്നു വീണത്. പ്രദേശത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. സുജയ, വിവരങ്ങൾ നൽകിയത് സിനോജ് തോമസ് ആണ്.